കൊടും വേനലിൽ ഏക്കർ കണക്കിന് ഏലം കൃഷി പൂർണ്ണമായും നശിച്ചു. ഇടുക്കി കാഞ്ചിയാർ വെങ്ങാലൂർ കടയിൽ സ്ഥിതി ചെയ്യുന്ന കണ്ണമ്പള്ളിയിൽ വർഗീസ് വാണിയുടെ 5 ഏക്കർ ഏലം കൃഷിയാണ് നശിച്ചത്. പുനർകൃഷി ആരംഭിക്കാൻ ഏലത്തട്ടകൾ ലഭിക്കുമോ എന്ന ആശങ്കയകറ്റാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. കടുത്ത വേനൽ ചൂട് ഹൈറേഞ്ചിലെ ഏലം കൃഷിയിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ണമ്പള്ളി വർഗീസ് മാണിയുടെ വെങ്ങലൂർ കടയിലെ കൃഷിയിടത്ത് 5 ഏക്കർ സ്ഥലത്തെ കൃഷി പൂർണ്ണമായും നശിച്ചു. ലോൺ എടുത്ത് കൃഷിയിറക്കിയതിനാൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് കർഷകർ നേരിടുന്നത്. കൃഷിയിടത്ത് പ്രധാനമായും ഏലമാണ് പരിപാലിച്ചു പോന്നിരുന്നത്. വേനലിന്റെ ആരംഭത്തിൽ തന്നെ കൃഷിയെ പരിപാലിക്കാൻ വലിയ തോതിൽ ജലസേചനമടക്കം നടത്തിയിരുന്നുവെങ്കിലും കനത്ത താപനില കർഷകന്റെ പരിശ്രമത്തിന് തിരിച്ചടി നൽകി. 4,500 ചെടികളും കംപ്ലീറ്റ് പോയി. അത് 3-ാം വർഷം 4-ാം വർഷം ചെടിയാണ് വരുന്നത്. അത് കംപ്ലീറ്റ് വിളവെടുപ്പിൻ്റെ ഭാഗമായി വന്ന ചെടിയാണ്. ഏകദേശം കണക്കൊരു 10-20 ലക്ഷം രൂപയുടെയെങ്കിലും ഈ ഒരു സീസൺ തന്നെ അല്ലല്ലോ. ഏലച്ചെടികളെ സംരക്ഷിക്കാൻ പരമാവധി ശ്രമം നടത്തിയെങ്കിലും കൃഷിയിടത്തിലെ ജലസ്രോതസ്സുകൾ വറ്റിവരേണ്ടത് തിരിച്ചടിയായി. മുൻപുണ്ടായ കടുത്ത വേനലുകളിലും ഇന്നേ വരെ വറ്റാത്ത പാറക്കുളങ്ങൾ പോലും വറ്റിവരേണ്ടതോടെ ഭീമമായ തുക മുടക്കി കർഷകൻ വെള്ളമെത്തിച്ച് കൃഷി സംരക്ഷിക്കാൻ ശ്രമം നടത്തി. എന്നാൽ സാമ്പത്തിക നഷ്ടമുണ്ടായതല്ലാതെ ഫലം കണ്ടില്ല. ഇതോടെ കർഷകന്റെ കണ്ണീരും വറ്റുന്ന നേർചിത്രമാണ് കൃഷിയിടങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഏലത്തിന് പുറമെ കുരുമുളക് കൃഷിയും കരിഞ്ഞുണങ്ങുകയാണ്. നിലവിലെ കൃഷികൾ ഉണങ്ങി വരേണ്ടതോടെ പുനർകൃഷി മാത്രമാണ് ഇനി തരിശുനിലങ്ങൾക്ക് സമമായ മണ്ണിൽ ചെയ്യാനുള്ളത്. എന്നാൽ ജില്ലയെ ആകമാനം പ്രതികൂലമായി ബാധിച്ച വേനൽ ചൂടിൽ പുതിയ ഏലത്തട്ടുകൾ ലഭ്യമാകുമെന്ന ആശങ്കയാണ് കർഷകർക്കുള്ളത്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.